ഹലോ ഓൾ 2026 ഏപ്രിൽ SSLC എക്സാം എഴുതാൻ വേണ്ടി സജ്ജരായിരിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതിൻ്റെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആപ്പ് രജിസ്ട്രേഷൻ നടത്തണം. അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ 88 48 27 23 88 ഈ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അത് രജിസ്ട്രേഷൻ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ക്ലാസ് റൂമിൽ എങ്ങനെ എൻ്റർ ആവാം, ക്ലാസ് എങ്ങനെ കേൾക്കാം എന്നുള്ളൊരു വീഡിയോ സഹിതമുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കൊക്കെ അയച്ചു തരും. അതും ചെയ്ത് ക്ലാസ് റൂമിൽ എൻ്റർ ആയ സ്റ്റുഡൻസ് ആണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തവർ അത് പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ SSLC ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇവിടെ ടൈം ഷെഡ്യൂൾ എന്നുള്ളത് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ NIOS SSLC ഏപ്രിൽ ബാച്ച് ചാപ്റ്റേഴ്സ് ടു കംപ്ലീറ്റ്, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. ഏപ്രിൽ ബാച്ചിൽ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ. തൊട്ട് താഴെ ഒക്ടോബർ ബാച്ചാണ്. നമ്മൾ 2026 ഏപ്രിലാണല്ലോ എക്സാം എഴുതുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ്, ഈ ഒരു മാസത്തിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഈ ഓഗസ്റ്റ് ടു ജനുവരി ഉള്ള മാസങ്ങളിൽ 6 മാസത്തിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിലുള്ള ഒരു മാസമുണ്ട്, മാർച്ചിലുള്ള വേറൊരു മാസമുണ്ട്, ഏപ്രിലാണ് നമ്മുടെ മെയിൻ എക്സാം വരിക. ഈ ഓഗസ്റ്റ് ടു ജനുവരി വരെയുള്ളത് ഓരോ ഇംഗ്ലീഷ് ആണെങ്കിൽ 3 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഓരോ മാസം തീർക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളം ആണെങ്കിൽ 3 ചാപ്റ്റർ, അറബി 4, സയൻസ് 4, സോഷ്യൽ സയൻസ് 3, മാത്സ് 3. ഈ ഓരോ മാസത്തിലും ഈ ഇത്ര ചാപ്റ്റേഴ്സുകൾ ഈ ഓരോ സബ്ജക്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്താൽ ഈ 6 മാസം ആകുമ്പോഴേക്ക്, ജനുവരി ആകുമ്പോഴേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ സിമ്പിളായ രീതിയിൽ റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഈ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സുകളൊക്കെ റിവിഷൻ ചെയ്യാനും അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവ്യൂ ചെയ്യാനുമുള്ള മാസമായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് മാർച്ചിൽ നമ്മൾ മോഡൽ എക്സാം നടത്തും ഓൺലൈനായിട്ട്. ഈ മോഡൽ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ വരുന്ന മാസമാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരിക. അപ്പോഴേക്ക് ഈ ക്ലാസ് ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്ത് മോഡൽ എക്സാം എഴുതി നിങ്ങൾ മെയിൻ എക്സാമിലൂടെ ഏപ്രിൽ പങ്കെടുക്കുമ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാനും എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും, എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള A to Z വരെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇംഗ്ലീഷിൽ 3 ചാപ്റ്റർ വീതം എല്ലാ മാസവും കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ പറയാറുള്ളത് ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ വർക്കിംഗ് ഡേ ആയിട്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ടു 3/4 മണിക്കൂർ വരെ നിങ്ങൾ എടുക്കുക. ഒരു ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം 1.5-2 മണിക്കൂർ എടുത്തിട്ട് 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ടൈം ടേബിൾ, ടൈം ഷെഡ്യൂളിൽ പറയാനുള്ളത്. തൊട്ട് മുകളിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, ഓരോ മീഡിയത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെ രൂപം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ നൽകിയ ടൈം ടേബിൾ, ടൈം ഷെഡ്യൂളിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് മറ്റു സബ്ജക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബേസ് ഇംഗ്ലീഷിൻ്റെ ടൈം ടേബിൾ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ബേസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മെയിൻ എക്സാമിൽ 50% മാർക്ക് ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് ഏകദേശം വരും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ക്ലാസ് 1 ഇവിടെ കാണാം, ക്ലാസ് 2 കാണാം, ക്ലാസ് 3 കാണാം, ക്ലാസ് 4 നിങ്ങൾക്ക് കാണാം, ക്ലാസ് 4 MP3 ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് 4ൻ്റെ താഴെ SSLC ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ട്. ഇത് 3ഉം കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് നോട്ട് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കണം. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ അല്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ ഏതൊക്കെ ഇംഗ്ലീഷ് ചാപ്റ്ററിൻ്റെ പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ മാർക്ക് വരും. ലെറ്റർ എഴുതുക, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സിലുള്ളത്. അതും നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത് ഇംഗ്ലീഷ് സബ്ജക്റ്റാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് കാണാം. 16 ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറേ ചാപ്റ്റേഴ്സുകൾ
നമ്മുടെ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വരും. അതിലോട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്, NAOS നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള ഈ ഒരു ചാപ്റ്റേഴ്സുകൾ 16 ചാപ്റ്റേഴ്സുകളാണ്, അതാണ് പഠിക്കേണ്ടത്. 1, 3, 5, 8 ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് പഠിക്കേണ്ടത്. 2 അതുപോലെ 4, 6, 7 ഇതിൽ ഇല്ലാത്ത ഈ ഒരു ചാപ്റ്റേഴ്സുകളൊക്കെ നമ്മുടെ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഉണ്ടാവില്ല. മെയിൻ എക്സാമിന് ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് ഉണ്ടാവുക. ഇവിടെ MP3ൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ MP3 നിങ്ങൾക്ക് പ്ലേ ആകുന്നത് കാണാൻ പറ്റും. ഇതിവിടെ പ്ലേ ആകുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് മിനിമൈസ് ചെയ്ത് നേരെ ഈ ആപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ, ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും റീഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു നോട്ട് തന്നെയാണ് ഗൈഡ് ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നുള്ളത്. അതിൽ മാത്സിൻ്റെ ഗൈഡ് ബുക്സ് ഇപ്പോഴും ആയിട്ടുണ്ടാവില്ല. അറബിയുടേതും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവും. മാത്സിൻ്റെ കുറച്ച് മലയാളത്തിൽ ഇറങ്ങുന്നേ ഉള്ളൂ. എനിവേ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ മാത്സിൽ വീഡിയോ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്സ് ഓപ്പൺ ആക്കിയാൽ ഇൻട്രൊഡക്ഷൻ കാണാം. ഇവിടെ ലെസൺ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ കാണാം. അതിൻ്റെ തൊട്ട് താഴെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഓരോ വീഡിയോസുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ വീഡിയോസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എല്ലാ വീഡിയോസുകളും കണ്ട് കൃത്യമായിട്ട് ഓരോന്നോരോന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച് പാസ്സാവേണ്ട ചാപ്റ്റേഴ്സുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, മാത്സ് പറഞ്ഞു, അറബി, അതുപോലെ സോഷ്യൽ സയൻസ്. അറബിയിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അറബിയുടെ വർക്ക് ബുക്കും ഗൈഡ് ബുക്കും ഉണ്ടാവുക. അറബിയുടെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സുകൾ അറബിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റേഴ്സുകളിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട് പഠിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാവും. സോഷ്യൽ സയൻസ് ഓപ്പൺ ആക്കുന്ന അതിൽ 16 ചാപ്റ്റേഴ്സുകളാണുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട്. ഏതൊക്കെ ചാപ്റ്റർ എത്ര മാർക്കിന് വരും എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് അതിന് ശേഷം ചാപ്റ്റേഴ്സും അതിൻ്റെ നോട്ട്സൊക്കെ നോക്കിയിട്ട് പഠിച്ച് നല്ല രീതിയിൽ തന്നെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഓരോ മാസത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ് അത് ഈ ഒരു മാസം ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ എനി ടൈം നിങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് ക്ലാസ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നിങ്ങളെപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഗൈഡ് ബുക്സ് നോക്കിയിട്ട് ഒക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ, ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ നാളെ തന്നെ ക്ലാസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത ആളുകളൊക്കെ പേഴ്സണലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഗ്രൂപ്പ് മുഖേനയ്ക്ക് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ക്ലിയർ വരുത്തുക. ഓക്കെ, താങ്ക് യു.